ഡൽഹി മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ നിയമസഭാ കക്ഷി യോഗം അല്പസമയത്തിനകം ചേരും. നാളെ 12 മണിക്കാണ് ബി.ജെ.പി. സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. പർവേഷ് വർമ്മ, രേഖ ഗുപ്ത, ആശിഷ് സൂദ് തുടങ്ങിയവരുടെ പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, നാളെയാണ് സത്യപ്രതിജ്ഞ. ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടാകും. എങ്ങനെ അറിയുന്നു? പൂജ 7 മണിക്കാണ് ബി.ജെ.പിയുടെ ഈ പുതിയ എം.എൽ.എമാരുടെ യോഗം അഥവാ പാർലമെന്ററി പാർട്ടി യോഗം ആരംഭിക്കുന്നത്. ഡൽഹിയിലെ ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പണ്ഡിറ്റ് പന്ത് മാർഗിലാണ് ഈ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ബി.ജെ.പി. പ്രവർത്തകർ ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ ബി.ജെ.പി. പ്രവർത്തകർ ഇതിനോട് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം.എൽ.എമാർ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യം 7 മണിക്ക് തന്നെ യോഗം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ യോഗത്തിൽ കേന്ദ്ര നിരീക്ഷകരായി പ്രമുഖ നേതാക്കളായ രവിശങ്കർ പ്രസാദും ഓം പ്രകാശ് ധങ്കറും പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗത്തിൽ വച്ച് ബി.ജെ.പിയുടെ പുതിയ മുഖ്യമന്ത്രിയുടെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പല പേരുകളും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് സിംഗ്, അതുപോലെ തന്നെ വിജേന്ദ്ര ഗുപ്ത, രേഖ ഗുപ്ത, ആശിഷ് സൂദ്, സതീഷ് ഉപാധ്യായ തുടങ്ങിയ പല പേരുകളും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. ഈ മുഖ്യമന്ത്രിക്ക് പുറമെ 7 മന്ത്രിമാരും നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള സസ്പെൻസ് ഇന്നത്തെ ഈ 7 മണിക്ക് ആരംഭിക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിന് പിന്നാലെ തന്നെ അവസാനിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല പേരുകളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. നേരത്തെ എം.പിമാരെ പരിഗണിച്ചിരുന്നുവെന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നുണ്ട്. പക്ഷേ ഏറ്റവും അവസാനം ബി.ജെ.പി. കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചവരിൽ ആരെങ്കിലും ഒരാളെ മുഖ്യമന്ത്രി ആക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ വനിതയാണ് മുഖ്യമന്ത്രിയെങ്കിൽ രേഖാ ശർമ്മയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ പർവേഷ് സിംഗ് മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യതയുണ്ട്. നാളത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുവാനാണ് ബി.ജെ.പി. തീരുമാനിച്ചിട്ടുള്ളത്. ഏതാണ്ട് 27 വർഷങ്ങൾക്ക് ശേഷമാണ് ബി.ജെ.പി. ഡൽഹിയിൽ വീണ്ടും അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ ചടങ്ങിൽ ഒരു വലിയൊരു സംഭവമാക്കി മാറ്റുവാനുള്ള തീർച്ചയായും ബാലു, എന്തായാലും നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആ രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. അതേസമയം ആരാകും മുഖ്യമന്ത്രി എന്നുള്ള ഒരു സസ്പെൻസ് തുടരുന്നുണ്ട്. ആ ഒരു സസ്പെൻസ് നിമിഷങ്ങൾക്കകം തന്നെ അവസാനിക്കും. നിർണായകമായ യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.